വേണ്ടി പറ്റുക. അതല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിച്ച റിപ്ലൈ കിട്ടാതെ വേറെ ഏതൊക്കെയോ വഴി പോവും. പിന്നെ ആളെ അവിടുന്ന് പിടിച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരണം. തിരിച്ചോട്ട് വരണം. കൊണ്ടുവരണം. അതിച്ചിരി പാടായിരിക്കും നമ്മളെ സംബന്ധിച്ചിട. പിന്നെ നമുക്ക് ഭയങ്കര ഫണ്ണായിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ രസമായിട്ട് എന്ത് ചെയ്യും? അത് എത്ര മണിക്കൂർ വേണേലും അതെ. പോകാൻ പിന്നെ ബ്രോ പിന്നെ പറ്റുമെന്നുള്ള. അത്യാവശ്യം സംസാരിക്കാൻ നല്ല താല്പര്യമുള്ള അതെ, ഒരു അതെ, അതെ, ആളും അതെ. കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ്. അതെ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണെങ്കിൽ നമുക്കും രസാണ് ഇങ്ങനെ സംസാരിച്ച് അതെ. പോകാനും ഒക്കെ ബ്രോ ആയിട്ട്. ബ്രോ ഇപ്പൊ ഇത്രയും 5 വർഷം 5 കൂടുതൽ വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ബ്രോക്ക് എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് മനസ്സ് തട്ടി കിടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു എല്ലാ വർഷവും നമുക്കങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികള് വരാറുണ്ട് ഡെഫിനറ്റ്‌ലി. ആഹ്. അങ്ങനെ ഇന്ന ആളെന്ന് എടുത്തു പറയാനുള്ളതിനേക്കാൾ കൂടുതല് എല്ലാ വർഷവും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പല സ്ഥലങ്ങളിലും അഡ്മിഷൻ കിട്ടാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കൊടുക്കാതെ വന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് അത് കിട്ടി അവരത് പറയുമ്പോഴത്തേക്കും നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്?